അപ്പോൾ അതിൻ്റെ പേര് ദൂരേക്ക് പോയില്ല. ആ ചെടിച്ചെടി തന്നെ കിടന്ന് വളഞ്ഞ് എനിക്ക് ഉള്ളതിൽ ഇത് ഈ തേങ്ങ തയ്യാണ് മുളച്ചേക്കുന്നത്. സൃഷ്ടികൾക്കൊന്നിനും ജീവനില്ല, പക്ഷേ ഇത് ജീവനുള്ളതാണ്. അപ്പോൾ വളരണമുണ്ട്, മനസ്സിലായി? അതാണ് ഇത് അടയ്ക്കയുടെ ഒരു തുണ്ടിൻ്റെ വെച്ച് വേറൊരു തുണ്ട് ഇങ്ങനെ കുത്തിക്കെട്ടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. അത് വളരുന്ന സൃഷ്ടിയാണ്. ഈ മെഡിക്കൽ പാർക്ക് പോയപ്പോൾ അവിടെ ഒരു തേങ്ങ വലുത് കണ്ടപ്പോൾ അവിടെ നിന്ന് തേങ്ങ മേടിച്ചിട്ട് വന്നാണ് ഈ തേങ്ങ. ഒരു 15 കൊല്ലമായി എന്നോട് പോകും. ഗൾഫിലാണെങ്കിൽ ഒരു 10-20,000 രൂപ കിട്ടും. പക്ഷെ കൊടുക്കണ്ടെന്ന് ഭാര്യ പറഞ്ഞാൽ എന്ത് കൊടുത്താലും ഇത് ഇത് എൻ്റെ കൂട്ടുകാരൻ ബീച്ചിങ് ഇവിടെ തുറന്ന് അതിൻ്റെ വിത്തെടുത്തു. അപ്പം ഞാനിവിടെ ഒരു തൊളയിട്ട് ഒരു കിളിയും ഞാൻ ബീച്ചിങ് കിളി കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഈ കൊറോണ ടൈമിലുള്ള നേരമ്പോൾ. ഇത് ചക്കയുടെ മടൽ, വരിക്ക ചക്കയുടെ മടൽ. അത് കൊറോണ സമയത്ത് അതാണ് കൈ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇതിൻ്റെ ചുണ്ട് ഒറിജിനലാണ്. അത് കോഴിയുടെ തന്നെ ചുണ്ടാണ്. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് എല്ലാം വേസ്റ്റാണ്. ഇത് നമ്മൾ കണ്ടിട്ടുള്ളൊരു മറ്റേ തെങ്ങിൻ്റെ പൂക്കലാണോ? അല്ല, ആളൂരാമ്പൽ എന്ന് പറയും. തോടിൻ്റെ വക്കിന് ഇല തൊട്ടാൽ കൈ മുറിയും. അതാണ് ബോഗൺവില്ലയുടെ മുള്ളാണ് പല്ല്. ഈ ഇത് ബോഗൺവില്ലയുടെ തന്നെ. അത് ചോടാക്കുപ്പിടാടും. എൻ്റെ മുള്ളുകൾ വെച്ചുണ്ടാക്കി എങ്ങനെയാണ്? ഇരുമ്പും കൂടെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചേർന്ന്. ഇത് ഒരു മീനിൻ്റെ തട കിട്ടിയ ഒരു സ്ഥലത്ത് വരും. ആ തലമ്മ ചേർത്ത് ബാക്കി പീസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചാൽ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്നതാണ്. ജർമ്മനാണ് ഇത് സാധനം. ബ്ലേഡ് ജർമ്മൻ സാധനം. ബ്ലേഡ് മുറിച്ച് വെക്കാൻ ആരണം. ബ്ലേഡ് മുറിച്ച് വെക്കാൻ അതേപോലെ വലിച്ചെറിഞ്ഞ് കളയുക. ഇത് പഴയ ഗ്രാമഫോൺ എടുത്താൽ ഇതിലെൻ്റെ ചെക്ക്. ഇത് അമ്മക്കിളി, ഇത് കുഞ്ഞിക്കിളി. ഇത് ഞാൻ തിന്ന തിലോപ്പിയുടെ മുള്ള, ജിപ്റ്റി തിലോപ്പിയില്ലേ, വലിയ തിലോപ്പി, അതിൻ്റെ മുതുകിലെ മുള്ളാണ് ഇത്. ഇതിന് കാരണം ഒരു കാക്കയുണ്ട്. ഇതിൻ്റെ അകത്ത് വല്ലതും തോന്നുന്നുണ്ടോ? ഇത് മറ്റേ നടു എല്ല് അല്ലേ? മുള്ള് മറ്റേ കൂരിയുടെ മുള്ള. അത് കൂരിയുടെ തല. കാക്ക ഞാൻ മുറ്റത്തിരുന്ന് കൊടുത്തു കഴിയുമ്പോൾ കാക്ക കൊണ്ടൊന്ന് എൻ്റെ മുമ്പിലിട്ട് എന്തെങ്കിലും ഉപകാരപ്പെടുന്നു. അതിപ്പോൾ അതിൻ്റെ അകത്ത് ഒരു യേശുവിൻ്റെ രൂപം എനിക്ക് തോന്നുന്നു. അങ്ങനെ ചേർത്ത് മാർക്കറ്റിൽ 5-6 എത്തിയിട്ട് കണ്ടില്ല. അങ്ങനെ 5-6 ഒന്നും മേടിച്ചു. ഇതില്ല. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറാണ് ഈ വടിയാണ്. ഈ പൂവാണ് ഈ വടിയാണ് ഈ വടി. ചെമ്പരത്തിയാണ്, ചെമ്പരത്തിട. അവളം മുതലാണ് മൂർക്കം പാമ്പായത്. തേങ്ങ കൊണ്ട് അടക്ക കിളീനെ കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ ചേട്ടനാണ്. തിരിച്ചു നോക്കുമ്പോൾ വേറൊന്നായി അല്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു അന്ന് ഇത് പള്ളിയെ കപ്പേലാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കുരിശെടുത്ത് വെച്ചു. അപ്പോൾ ഇത് അതിൻ്റെ അകത്തേക്ക് പോണ വഴി. പിന്നെ എല്ലാത്തിനും ബോഗൺവില്ലയുടെ മുള്ളാണ് പിടിപ്പിക്കാൻ ഞാൻ പശയൊക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയാൻ. അടക്കടതുണ്ട്. ഇത് അടക്കടത്. ഇതടക്ക. ഇതും ഈ ചുണ്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. മുള്ളൊക്കെ തന്നെ ഇരിക്കും അല്ലേ? അതായത് നമ്മുടെ നാടൻ കോഴിയുടെ ഇതെന്താണ് മെറ്റീരിയൽ? പറഞ്ഞതിന് ശേഷം പിടിക്കാൻ പാടുള്ളൂ. ഇത് മറ്റേ 70 മണിക്കൂർ എനിക്ക് നെഞ്ചുവേദന. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ജഗ് കന്നാസൊക്കെ പൊട്ടിപ്പോകില്ലേ, മണ്ണെണ്ണയൊക്കെ. അപ്പോൾ അതും വേസ്റ്റാണ്. അതും വിടുന്നു. ഇത് കരിക്കിൻ്റെ തൊണ്ട്.
ഞാൻ ഒരു മാങ്ങ എത്തിയാൽ ഒരു കൊണ്ടേ ഉണ്ടാവുള്ളൂ. ആ പക്ഷെ അപ്പം എനിക്ക് തോന്നി കൈക്കൊണ്ടി എത്തി നോക്കാം. വട്ടം കറക്കി വട്ടം കറക്കി കത്തണം. അങ്ങനെ ഉണ്ടായതാണ്. ഇതൊരു മടൽ, ഇതൊരു തേങ്ങ, ഇതൊരു മടൽ. ഇതെല്ലാം തേങ്ങ വെച്ച് ഉണ്ടാക്കിയേക്കണാണ്. ഞാൻ എൻ്റെ കട്ടൻ ഈ ചേട്ടനാണ് ഇതൊക്കെ ചെയ്തത്. നിലവിളക്കൊക്കെ ഫുള്ള് നടക്കില്ല. സംഭവം ഒറിജിനൽ ഞണ്ട് മഡ് അടിപൊളി. ഞണ്ടിൻ്റെ എല്ലാ ഇതുണ്ട്, മുള്ളുകളുണ്ട് ഇതിനകത്ത്. ഉണ്ടോ? ഒരു ലാസ്റ്റിലേക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പൗരോഹിത്യ ജൂബിലിയുടെ 20ാം വാർഷികം ആഘോഷിക്കുന്ന പൊക്കിയാൽ മുകളിലേക്ക് കിട്ടാത്തല്ലേ കയ്യടിക്കും. താങ്ക് യു. ഇത് കഴിയുമ്പോൾ അച്ഛനെ തിരിച്ചു തരുന്നത്. അതെ. ഇത്തള്, ബട്ടൺസ്, തേനയുടെ അടുപ്പ്, അതിലൊക്കെ മുത്ത്,